ഇന്നലെയാ നടന്നത്. ഇന്നലെ കറി തിളച്ചുകൊണ്ടിരുന്ന കറിയാണെങ്കിൽ ഹസ്ബൻഡ് തട്ടി തെറിപ്പിച്ചതാ. കാരണം ഇതിനു മുന്നേ ഒരു 2-3 ആഴ്ചക്ക് മുന്നേ ഒരു ഉസ്താദ് എന്റെ അടുത്ത് പോയി കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നിട്ട് തലക്കിഴിയാൻ തലമുടി അഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇരുന്നില്ല, അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്ത് ആ ഉസ്താദിന്റെ ഫോൺ നമ്പർ വിളിച്ച് തരാൻ പറഞ്ഞ് ആ ഉസ്താദിനോട് ഞാൻ എതിർത്ത് കുറെ സംസാരിച്ച്. അപ്പൊ ആ ഉസ്താദ് തന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ചിന് ഇഷ്ടമല്ലേ ചെയ്യേണ്ട, മാറ്റി വെക്കാൻ പറഞ്ഞ് എനിക്ക് എന്തോ ബർക്കത്തും കാര്യങ്ങളും ഉണ്ടാകാനാ ശൈത്താൻ കൂടിയിരിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഖുർആൻ ഞാൻ ഖുർആൻ ഓതി നേടിക്കോളാം, എനിക്കല്ലാതെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതിന്റെ തലേ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങള് നമ്മുടെ ജീവിത പ്രശ്നമായിട്ട് കുറച്ച് സംസാരിച്ചപ്പോഴേ ഞാൻ പ്രതികരിച്ചായിരുന്നു കേട്ടോ. എന്തുവാ അയാള് ചെന്ന് പറയുന്ന ഉസ്താദുകാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ അയാള് പറഞ്ഞത് പിന്നെ വീട്ടിന് ബർക്കത്ത് ലഭിക്കാനും പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ മുൻദേശം ഇതൊക്കെ പോവാൻ. ഞാൻ പറഞ്ഞ അതിന് ഉസ്താദ് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, അത്യാവശ്യം എനിക്ക് വിദ്യാഭ്യാസം ഖുർആന്റെ ഇതിനുണ്ട്, ഞാൻ ഓതി പടച്ചോൻ എനിക്ക് തരുന്നതനുസരിച്ച് ഞാൻ നേടിക്കോളാം, അല്ലാതെ ഉസ്താദിന്റെ സഹായം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാര്യം അതിനെ ചൊല്ലിയാണ് ഞാൻ അതിന് ചിക്കൻ പോക്സ് വന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ അതിനെ ചൊല്ലി ഇങ്ങനെ സംസാരിച്ച് വയറിലൊക്കെ പാടൊക്കെ കണ്ടപ്പോഴും അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. 2-3 ആഴ്ച കൊണ്ട് എന്നെ തളർത്തിയിട്ടേക്കുമല്ലയോ, അപ്പൊ എന്നെ ഇങ്ങനെ അതിന് സമ്മതിക്കാത്തോണ്ടല്ലയോ ഇയാള് ഓരോരോ ദേഷ്യം എന്റെ അടുത്ത് കാണിക്കുന്നതും ഇങ്ങനെ മിണ്ടാത്തതും ഒക്കെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ പറഞ്ഞ കൂടുപാത്രം ചെയ്തോണ്ടിരുന്നപ്പോ ഇരുന്ന് തരാഞ്ഞില്ലേ ഇത്ര ദേഷ്യം എന്ന് പറഞ്ഞതും ഈ വലത് കഴിച്ച് നല്ല ഉണ്ടമുളക് 3-4 ഇട്ട കറി, തേങ്ങ അരച്ച് വെച്ച കറി, തിളച്ചോണ്ടിരുന്ന എണ്ണ തെളിയാൻ സമയമായ കറി ആ വലത് കൈ വെച്ച് ഇങ്ങനെ തട്ടി തെറിപ്പിച്ച്. അത് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് ഇടത് കൈ വെച്ചാണെങ്കിൽ അങ്ങോട്ട് തെറ്റിത്തെറിപ്പിക്കുകയാണെങ്കിൽ അത് ആ വാഷ് ബേസിലും ആ അടുപ്പിലും ഒക്കെ പോയി വീഴത്തേ ഉള്ളൂ. തിരിച്ചത് തെറിച്ചാലും പാത്രം വന്ന് വീണാലും ചെറുതായിട്ടെങ്ങാണോ കാലിലെങ്ങാണോ വീഴത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇത് കറക്റ്റ് എനിക്ക് മുഖത്ത് തന്നെയായിട്ട്. അപ്പൊ മനഃപൂർവ്വം ചെയ്തല്ലെങ്കിൽ ഒരിക്കലും അത് മുഖത്ത് വരത്തില്ല. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ കൂടുതൽ പ്രതികരിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം 2-3 ആഴ്ച കൊണ്ട് പിന്നെ പ്രതികരിച്ചു തുടങ്ങിയതിന്റെ പിറ്റേന്നാണ് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ശൈത്താൻ കൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഒരു കവർ എന്തൊക്കെയോ ചെയ്തോണ്ട് വന്ന തകലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അന്നേരം അത് കൊണ്ടുവന്നിട്ട് തലമുടി അഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞ് പിന്നെ ഞാൻ ഇരുന്നില്ല, ഞാൻ ചൊല്ലി പ്രതികരിക്കുകയൊക്കെ ചെയ്ത്. അന്നേരം എനിക്ക് ശൈത്താൻ കൂടി ഇരിക്കുമെന്നൊക്കെ പറഞ്ഞത്. അതിനെ ചൊല്ലി നിരന്തരം പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ചിക്കൻ പോക്സ് വന്ന് കിടന്നത്. അതിനുശേഷം ഇന്നലെ അതിനെ ചൊല്ലി സംസാരം ഉണ്ടായപ്പോഴാണ് ഈ അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന ഈ മീൻകറി വലതുകൊണ്ട് തട്ടി എന്റെ മുഖത്തേക്ക് എറിഞ്ഞത്. എന്റെ കാലിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ, പക്ഷെ ഈ മുഖത്ത് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും ഞാൻ സഹിച്ച് ക്ഷമിച്ച് ഞാൻ ഇങ്ങനെ കൂടെ വന്നപ്പോഴും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല.